കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാല കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചരിത്രം പറഞ്ഞ് ചിലർക്ക് കൊള്ളും. പ്രവാചകൻ്റെ വിവാഹ സവിശേഷതയെ പറ്റി ഞാൻ പറഞ്ഞു. 25 വയസ്സായപ്പോൾ 40 വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത് കുട്ടികളുള്ള. അതൊന്നും ആരും വിലയിരുത്തുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ടാണ്. നിർവഹിച്ച് ഇത് പറഞ്ഞ ആളാണ് ശിവലിംഗവും പാർവതിയുടെ ഫർജും പറഞ്ഞാൽ അറിയാം. യോനിയും അതിനകത്ത് പറയും. അതെ, അത് പറഞ്ഞ ആളാണ് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതോടുകൂടി തന്നെ തള്ളപ്പെട്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒറ്റപ്പെടുത്തിയതിൽ പ്രശ്നമായി കാണാറില്ല. ഞാൻ ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അതുണ്ട്. ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആവശ്യമില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത് 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മനമാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അരവിദേശം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാല കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചരിത്രം പറഞ്ഞ് ചിലർക്ക് കൊള്ളും. നിങ്ങൾക്കെതിരെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് CPM-ന്റെ. ഞാൻ അറിഞ്ഞിരുന്നു. ഇത് ഞാൻ മുഴുവൻ പ്രതിഷേധിച്ചാൽ വസ്തുതായിട്ട് നിൽക്കുള്ളൂ. പ്രവാചകൻ്റെ വിവാഹ സവിശേഷതയെ പറ്റി ഞാൻ പറഞ്ഞു. 25 വയസ്സായപ്പോൾ 40 വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത് കുട്ടികളുള്ള. അതൊന്നും ആരും വിലയിരുത്തുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ടാണ്. ഇപ്പോഴും ഇതിപ്പോ CPM മനസ്സിലാവാത്തത് ഊഹിക്കാം. പക്ഷെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും താങ്കൾ പറഞ്ഞതിനെ ആ ഒരു രീതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് പറഞ്ഞ ആളാണ് ശിവലിംഗവും പാർവതിയുടെ ഫർജും പറഞ്ഞാൽ അറിയാം. യോനിയും അതിനകത്ത് പറയും. അതെ, അത് പറഞ്ഞ ആളാണ് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതോടുകൂടി തന്നെ തള്ളപ്പെട്ടതാണ്. തങ്ങൾ പോലും പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ്. പറയാൻ പറ്റില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒറ്റപ്പെടുത്തിയതിൽ പ്രശ്നമായി കാണാറില്ല. ഞാൻ ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അതുണ്ട്.